ദുരിയാനിലെ ഏറ്റവും ടോപ്പ് വെറൈറ്റി ആണ് മുസാങ്കിങ് എന്ന് പറഞ്ഞത്. മുസാങ്കിങ് അതൊരു 2 കിലോ താഴെയാണ് അതിൻ്റെ വെയിറ്റ് വരുന്നത്. ഏറ്റവും ടോപ്പ് ടേസ്റ്റ് ഉള്ളതും ആവറേജ് ഷേപ്പും ഒക്കെ കിട്ടുന്ന വെറൈറ്റിയാണ് ഈ മുസാങ്കിങ് എന്ന് പറഞ്ഞത്. ഇതിന്റെ ഒരു മാർക്കറ്റിങ്ങിനെ കുറിച്ച് മാർക്കറ്റിങ്ങിന് ഇപ്പോൾ ഒരു ആശങ്കയില്ല. ഏകദേശം കേരളത്തിൽ എവിടെയൊക്കെ ദുരിയാൻ കാച്ചിട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം എനിക്കറിയാം. അതുപോലെ ഞങ്ങൾക്കൊരു നെറ്റ്വർക്ക് ഉണ്ട്. ഇപ്പോൾ ഉള്ളവരെയൊക്കെ കൂടുതലും തമിഴ്നാട്ടുകാരാണ് വാങ്ങിക്കൊണ്ടുപോകുന്നത്. വിലയുണ്ട്. പകുതി മൂപ്പൊക്കെ ആകുമ്പോഴത്തേനും അവർ വന്ന് മൊത്ത കച്ചവടം ചെയ്ത് ഇപ്പൊ ഈ കൊല്ലം ഇപ്പൊ ശരാശരി 500 ഓടിക്കൊണ്ടിരിക്കുന്ന. ഇത് എത്ര വർഷമായതാ ഈ റംബുട്ടാൻ? ഇതിപ്പോ മൂന്നാം വർഷം തയ്യാണ്. ഈ നല്ല 3-ാം വർഷം തയ്യാണ്. ഇതെല്ലാം 3-ാം വർഷം. എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് എറണാകുളം ജില്ലയിലെ ഊന്നുകല്ലിൽ നിന്ന് 2 കിലോമീറ്റർ അകലെയുള്ള തേൻകോട് ഗ്രാമത്തിലാണ്. ഇവിടേക്ക് എത്തുമ്പോൾ പട്ടക്കാവിൽ നാസറിക്ക ഒരുപാട് ഫ്രൂട്ട്സ് പ്ലാന്റ്സ് പരിപാലിക്കുന്നു. നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയാണ് കൃഷികൾ? എനിക്ക് കൃഷിയായിട്ടുള്ളത് മെയിൻ ഞാൻ നോക്കുന്ന ദുരിയാനാണ്. പിന്നെ അതൊരു 100-120 പ്ലാന്റ് വെച്ചിട്ടുണ്ട്. ഈ വർഷം കായ്ച്ചു തുടങ്ങി. പക്ഷെ ഇപ്പൊ ഇവിടെ കാണുന്നത് ലോങ്ങനും കാണുന്നുണ്ട്, ദുരിയാനും കാണുന്നുണ്ട്. ഇവിടെ ഇതാണ് അങ്ങയുടെ കൃഷിയിടത്തിന്റെ ഒരു കവാടം എന്ന് പറയുന്നത് അല്ലെ? സമ്മിശ്ര കൃഷിയാണ്. അപ്പോ ഈ പഴവർഗ കൃഷിയോട് ഇങ്ങനെ താല്പര്യം തോന്നാൻ കാര്യം എന്താ? പഴവർഗം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ വിദേശത്തുണ്ടായിരുന്നതാണ്. അപ്പോൾ വ്യത്യസ്ത ഇനങ്ങൾ പഴങ്ങളും ഇതെല്ലാം കഴിച്ചൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവിടെ ഞാൻ 95 വന്നാ റിട്ടേൺ 95 വന്നു. പക്ഷേ അത് അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ അതിനെപ്പറ്റി അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ കാലാവസ്ഥയുള്ള ഇന്തോനേഷ്യ, മലേഷ്യ, തായ്ലൻഡ് ആ സ്ഥലങ്ങളിലാണ് ഇതെല്ലാം കൃഷി ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇവിടെ എന്തുകൊണ്ട് അത് ആയിക്കൂടാന്നുള്ളതിൽ പരീക്ഷണം നടത്തിയതാണ്. മലേഷ്യൻ ദേശീയ വൃക്ഷം എന്ന് പറയുന്ന ദുരിയാൻ തന്നെ അങ്ങ് എത്ര വെച്ചു? 120 ഉണ്ട്. 120 വെച്ചു. ഈ കാണുന്ന ലോങ്ങനോ? ഇത് ലോങ്ങൻ ഇഡോവ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇഡോവ് വെറൈറ്റിയാണ്. ഇത് ഇങ്ങനെ തിട്ടുപോലെ കാണുന്ന ഇവിടെ ഉയരത്തിൽ കൃഷി ചെയ്യാണ്. ഇതിനകത്ത് വെള്ളത്തിൽ നിന്ന് ഇവിടെ വെള്ളക്കൊട്ടുള്ള സ്ഥലമാണ് അല്ലേ? നസറിക്ക ഇടയ്ക്ക് പ്ലാവുകളും കാണുന്നുണ്ട്. ഈ പ്ലാവ് ഏതിനാ? പ്ലാവ് ഇത് കമ്പോഡിയൻ ഓറഞ്ച് ചാക്കെന്ന് പറയും. എത്ര നാളായി നട്ടിട്ട്? ഇതിപ്പോ 1 വർഷം കഴിഞ്ഞേ ഉള്ളൂ. ഇത് മൊത്തം ഇവിടെ വിയറ്റ്നാം പ്ലാവായിരുന്നു. അപ്പൊ അതിനകത്ത് ആദായം കുറവും കറക്റ്റ് വിലയും കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ ഒഴിവാക്കി കഴിഞ്ഞിട്ട് റീപ്ലാന്റ് ആയിട്ട് റംബുട്ടാൻ കൊടുത്തിരിക്കുക. അപ്പൊ ഇത് 30 വിയറ്റ്നാം പ്ലാവ് നിന്ന സ്ഥലമാണ്. അപ്പൊ അത് കളഞ്ഞ ഇപ്പൊ ഒരു 6 എണ്ണം റംബുട്ടാൻ്റെ. ഈ റംബുട്ടാൻ 1 വർഷമായുള്ളൂ. 1 വർഷം കൊണ്ട് തന്നെ കായ്ച്ചു തുടങ്ങി. അപ്പൊ ഇവിടെ വെള്ളക്കെട്ടുണ്ടായിരുന്നോണ്ടാണ് ഇങ്ങനെ തിട്ടുപോലെ ഉയർത്തിയിട്ട് നട്ടേക്കുന്നത് അല്ലേ? തിട്ടുപോലെ ഉയർത്തി നട്ടു കഴിഞ്ഞാൽ വളർച്ചയിലും കൂടുതലുണ്ടാവും. വേരിനുള്ള രോഗങ്ങൾ അതൊന്നും ഉണ്ടാവില്ല. വളർച്ച എപ്പോഴും ഇതായിട്ട് കിട്ടും. വാഴ കാണുന്നുണ്ടല്ലോ. വാഴ ഇത് മഞ്ചേരിക്കുള്ളൻ എന്ന് പറഞ്ഞ ഇനം കൊണ്ടുവന്ന് നട്ടതാണ്. ഇപ്പൊ അത് വെട്ടി തീർന്നു. ഈ ലോങ്ങനെല്ലാം ഒരേ സമയത്ത് നട്ടതാണോ? ലോങ്ങനും ഇത് 2-ാം വർഷമാണ്. 2-ാം വർഷമാണ് അല്ലേ? ലോങ്ങൻ ഇഡോവ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. എന്താ തായ്ലൻഡിലൊക്കെ കൊമേഴ്സ്യലായിട്ട് ചെയ്യുന്ന ഫ്രൂട്ട് പ്ലാന്റ് ആണ് ഇഡോവ്. ഇഡോവ് എന്ന് പറഞ്ഞ വെറൈറ്റി. വേൾഡിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഫലവൃഗം തന്നെ ലോങ്ങനാണ്. 2ാമത്തെ പൈനാപ്പിൾ. ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് ലോങ്ങനാണ്. എത്ര നാൾ കൊണ്ട് കായ്ക്കും? ഇതൊരു കഴിഞ്ഞ വർഷം പൂവിട്ടായിരുന്നു. 3 വർഷം കൊണ്ട് കായ്ക്കുന്നാണ് പറയുന്നത്. കഴിഞ്ഞ വർഷം പൂവിട്ടായിരുന്നു. 3 വർഷം കൊണ്ട് കായ്ക്കുന്നു പറയുന്നു. ദുരിയാൻ കായ്ച്ചോ? ദുരിയാൻ എനിക്ക് കായ്ച്ചു. ഇതല്ല, ഇത് കാലടിയിൽ നമ്മുടെ സുഹൃത്തിന്റെ വീട്ടിൽ ഒരു ഓൾ സീസൺ ദുരിയാനുണ്ട്. അപ്പൊ അതിന്റെ ദുരിയാൻ ഓൾ സീസൺ ആയിട്ട് കായ്ക്കുന്നുണ്ട്. അപ്പോൾ പുള്ളി നമ്മുടെ സുഹൃത്താണ്, ഇവിടെ വരാറുണ്ട്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞപ്പോൾ 2 വർഷം മുമ്പ് ഞാൻ 3 വർഷം മുമ്പ് പോയപ്പോൾ അവിടുന്ന് കമ്പെടുത്തുകൊണ്ട് ഗ്രാഫ്റ്റ് ചെയ്തുണ്ടാക്കിയ തൈയാണ്. അപ്പൊ അത് ഇവിടുത്തെ നട്ടിട്ട് 2 വർഷമായി. എല്ലാം ഈ 2 വർഷമായ എത്രത്തോളം ദുരിയാനുണ്ടെന്ന് പറഞ്ഞു? 2 വർഷമായത് ഏകദേശം ഇവിടെ 60 എണ്ണം. 60 എണ്ണം. പിന്നെ അതിൽ താഴെയുള്ള അതിന് മേളിലേക്ക് മൊത്തത്തിൽ എത്ര ദുരിയാനുണ്ട്? മൊത്തത്തിൽ 120 എണ്ണം. 120 ദുരിയാൻ. ലോങ്ങൻ ഇതൊരു 10-35 എണ്ണം ഉള്ളൂ. ഇത് നല്ല ക്വാളിറ്റി ഉള്ളൊരു നാരങ്ങ എന്ന് പറയുന്നത് ഒരു 5-8 കിലോ ഒക്കെ വെയിറ്റ് ഉണ്ടാവും. അങ്ങനത്തെ ഒരു വെറൈറ്റിയാണ്. നല്ല മധുരവും ഇതെല്ലാം ഉണ്ട്. അപ്പോൾ വർഷത്തിൽ മിക്കപ്പോഴും തന്നെ അതിൽ കായുണ്ട്. അതാണ് അതിന്റെ ഒരു ഗുണം. അതായത് ഇനിയിപ്പോ കുറച്ച് നാൾ കൂടി ഞാൻ കഴിഞ്ഞ് ഇവിടേക്ക് വരുമ്പോൾ ലോങ്ങനും ദുരിയാനും മാതളവും എല്ലാ ഫലവൃക്ഷങ്ങളും കാഴ്ച കിടക്കുന്ന ഒരു കാഴ്ച എനിക്ക് നമുക്ക് കാണാൻ പറ്റും. ഈ റംബുട്ടാൻ ഇതിപ്പോ N18 വെറൈറ്റി ആണ്. 2ാം വർഷമാണ് നട്ടിട്ട്. 2 വർഷമേ ആയിട്ടുള്ളൂ. 2 വർഷമായിട്ടുള്ളൂ. ശരി. 2022 പ്ലാന്റിംഗ് ആണിത്. ഇതും വെള്ളക്കെട്ടുള്ളത് കൊണ്ട് ഒരു തിട്ട് പോലെ ഉണ്ടാക്കിയിട്ടാണ് നട്ടിട്ടുള്ളത്. ലോങ്ങൻ കായ്ക്കാൻ തുടങ്ങുന്നു, അതോടൊപ്പം തന്നെ ദുരിയാൻ കായ്ക്കാൻ തുടങ്ങുന്നു. ഇതിനിടയിൽ റംബുട്ടാൻ ഇങ്ങനെ കായ്ച്ചു നിൽക്കുന്ന സുന്ദരമായ കാഴ്ചയാണ് നാസറിക്കയുടെ കൃഷിയിടത്തിലേക്ക് ഇറങ്ങുമ്പോൾ കാണാൻ കഴിയുന്നത്.
അപ്പൊ ഇത് ചെറിയ തൈയാണല്ലോ. ഇത് ചെറിയ തൈയാണ്, പക്ഷെ വെച്ചിട്ട് 1 വർഷമായിട്ടുള്ളൂ. മുസാങ്കിങ് എന്ന് പറഞ്ഞ വെറൈറ്റി ആണ്. അതായത് ഏറ്റവും ടോപ്പ് വെറൈറ്റി ആണ്, ദുനിയാവിലെ ഏറ്റവും ടോപ്പ് വെറൈറ്റി ആണ് മുസാങ്കിങ് എന്ന് പറഞ്ഞത്. മുസാങ്കിങ് അതൊരു 2 കിലോ താഴെയാണ് അതിന്റെ വെയിറ്റ് വരുന്നത്. ഏറ്റവും ടോപ്പ് ടേസ്റ്റ് ഉള്ളതും ആവറേജ് ഷേപ്പും ഒക്കെ കിട്ടുന്ന വെറൈറ്റി ആണ് ഈ മുസാങ്കിങ് എന്ന് പറഞ്ഞത്. ഇതിന്റെ ഒരു മാർക്കറ്റിങ്ങിനെ കുറിച്ച് മാർക്കറ്റിങ്ങിന് ഇപ്പോ ഒരു ആശങ്കയില്ല. ഏകദേശം കേരളത്തിൽ എവിടെയൊക്കെ ദുരിയാൻ കാച്ചിട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം എനിക്കറിയാം. അതുപോലെ ഞങ്ങൾക്കൊരു നെറ്റ്വർക്ക് ഉണ്ട്. ഇപ്പോൾ ഉള്ളവരെയൊക്കെ കൂടുതലും തമിഴ്നാട്ടുകാരാണ് വാങ്ങിക്കൊണ്ടുപോകുന്ന വിലയുണ്ട്. അപ്പൊ 2 വർഷമായ NIT റംബുട്ടാനാണ് ഇങ്ങനെ കായ്ച്ചു നിൽക്കുന്നത്. ഈ ലോങ്ങിന് പ്രത്യേകത ഉണ്ടല്ലോ. ഇത് ഡയമണ്ട് റിവർ എന്ന് പറഞ്ഞ വെറൈറ്റി ആണ്. അതും ഇതിപ്പോ 3-ാം വർഷമാണ്. കൊല്ലം കായ്ച്ചിട്ടില്ല. ശരി, 3-ാം വർഷം തൊട്ട് കായ്ക്കേണ്ട 4 വർഷം പിടിക്കുന്ന പറയുന്നത്, പക്ഷെ ഇത്തവണ കായ്ച്ചില്ല. പിന്നെ വെള്ളം കുറച്ച് മതി അതിന്. അങ്ങനത്തെ ഒരു വെറൈറ്റി ആണ്. ഇത് എത്ര വർഷമായതാ ഈ റംബുട്ടാൻ? ഇതിപ്പോ 3-ാം വർഷം തയ്യാണ്. അങ്ങേക്ക് എന്തോരമുണ്ട് കൃഷിയിടം? എനിക്ക് 6 ഏക്കർ. 6 ഏക്കറിലെല്ലാം ഫ്രൂട്ട്സ് പ്ലാന്റ്, മൊത്തം ഫ്രൂട്ട് പ്ലാന്റ്സ് ആണ്. ആദ്യം പാരമ്പര്യ കൃഷികളായിരുന്നു. പിന്നെ ഇപ്പോൾ കുറച്ച് തെങ്ങുകളൊക്കെ തീവണ്ടി പോകുമ്പോൾ പോട്ടെ എന്നിട്ട് തന്നെ അതിനകത്ത് നട്ടിരിക്കുക. എല്ലാ തെങ്ങ്, നെല്ല്, കമുക്, കൊക്കോ എല്ലാ കൃഷികളും ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഇതാ കുറച്ചുകൂടെ ആദായം കണ്ടോട് ഇതിനകത്ത് മാറിയത്, കൃഷിയിലേക്ക് മാറി. ഈ ഒരു നേരെ ഞാൻ വെട്ടിക്കളഞ്ഞു, NIT വെട്ടിക്കളഞ്ഞിട്ട് റോങ് റിയാൻ പിടിപ്പിച്ചൊക്കെ നീക്കാണ്. റോങ് റിയാൻ വെറൈറ്റി റംബുട്ടാനിലെ സ്പെഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഷെൽഫ് ലൈഫ് കൂടുതലുണ്ട്. വിളവിൽ ഏകദേശം കുറവാണ്, പക്ഷെ പൊഴിച്ചിൽ കുറവാണ്. അതാണ് എന്റെ പ്രത്യേകത. എന്റെ മൾട്ടി ചെയ്തേക്കണോ? ഇതെല്ലാം മാങ്കോസ്റ്റിനാണ്. ഈ കാണുന്ന മാങ്കോസ്റ്റിനാണ്. ചുവടൊരു പ്രത്യേകത കാണുന്ന ഈ റംബുട്ടാൻ, ഇത് NIT വെറൈറ്റി റംബുട്ടാൻ ഞാൻ അവിടെ നട്ടതാണ്. അപ്പോൾ അത് കൂടാതെ അതിനേക്കാളും ബെറ്റർ ആയിട്ട് കൂടുതൽ ഷെൽഫ് ലൈഫും കയറ്റുമതി അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ലൊരു വെറൈറ്റി റോങ് റിയാൻ എന്ന് പറഞ്ഞ വെറൈറ്റി ആണ്. റോങ് റിയാൻ. അപ്പൊ അതിനെ ഞാൻ NIT മുറിച്ച് കളഞ്ഞിട്ട് ഇതിനകത്തേക്ക് മൾട്ടി റൂട്ട് കൊടുത്തിട്ട് വേറെ തൈ പിടിപ്പിച്ചിരിക്കുന്ന. അപ്പൊ അതിനകത്ത് കൂടുതൽ വിളവും ഇതും കിട്ടും, ആരോഗ്യം കിട്ടും. അങ്ങനെ മൾട്ടി റൂട്ട് തൈകള് ഈ പുതിയ റോങ് റിയാൻ വേറെ വെച്ചിട്ടുണ്ട്. ഏകദേശം മിക്കപ്പോഴും തന്നെ കായുണ്ട്. ഇപ്പോ ഇത് വൈറ്റ് ഞാവലാണോ? വൈറ്റ് ഞാവലാണിത്. വെള്ള ഞാവല് ഏകദേശം മിക്കപ്പോഴും തന്നെ കായ ഉണ്ടാവാറുണ്ട് ഇതിനകത്ത്. ഇപ്പൊ കഴിഞ്ഞു തോന്നുന്നു. ഇപ്പൊ ഇടയ്ക്ക് ചിലപ്പോൾ കാണത്തുള്ളൂ. പിന്നെ ഇതിന് പുളിശല്യം ഇത്ര കൂടുതൽ. പുളിശല്യമുണ്ടോ? വൈറ്റ് ഞാവൽ അല്പം വലിയ റോസ് ഞാവലാണ്. ശരി, വ്യത്യാസം എങ്ങനെ? വ്യത്യാസം അല്പം ഫ്ലഷ് കൂടുതലുണ്ട്, കാച്ചിൽ കുറവാ. അതാണ് എന്റെ പ്രത്യേകത. നമ്മുടെ വലിയ റംബുട്ടാൻ കാണുന്നുണ്ട്. ഇതൊക്കെ എത്രാമത്തെ വർഷമാണ്? ഇതൊക്കെ 3-ാം വർഷം. ഇതൊക്കെ 3-ാം വർഷമാണ്. ഈ റംബുട്ടാൻ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഇത് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ റംബുട്ടാനിൽ ഏറ്റവും വലിപ്പം കൂടിയ ഫ്രൂട്ട് കിട്ടുന്ന ഇതാണ്. ഏകദേശം 10 കിലോ 10 കായ്ക്ക് 1 കിലോ കിട്ടുന്നതാണ് നമ്മുടെ ഇതിന്റെ കണ്ടുപിടിച്ചവർ പറഞ്ഞെങ്കിലും എനിക്കൊരു 12-13 എണ്ണത്തിന് 1 കിലോ കിട്ടുന്നുണ്ട്. ഇതിന്റെ പേരെന്താ? ഇതിന്റെ പേരാണ് സീസർ എന്ന് പറഞ്ഞ വെറൈറ്റി. പിന്നെ ഇതിനെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയാം. ഇപ്പോൾ ഭാവിയിലേക്ക് റംബുട്ടാൻ ഫ്രൂട്ട് ഉണങ്ങിയത് ഡ്രൈ ഫ്രൂട്ട് ആക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. ഞാൻ 2 വർഷമായിട്ട് പരീക്ഷിച്ച് നോക്കി. വളരെ സക്സസ് ആണ്, വളരെ ടേസ്റ്റിയും ഒരുപാട് നാൾ നമുക്ക് സൂക്ഷിക്കാനും പറ്റും. അപ്പം അങ്ങനെയുള്ള പർപ്പസിന് ഇത് വളരെ ബെറ്ററാണ്. കൂടുതൽ ദശയുള്ളതാണ് ഇതിന്. റംബുട്ടാൻ സീസർ. റംബുട്ടാനും മാങ്കോസ്റ്റിനും ഇതിന്റെ ഇടയിൽ കമുക് കാണുന്നുണ്ട്. ഇത് ഏത് ഇനത്തിലുള്ളത്? കമുക് മഹാരാഷ്ട്രയിൽ നിന്നുള്ള സൈകൾ എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ്. സാധാരണ ഇങ്ങനെ ഒരു വെറൈറ്റിയെ കുറിച്ച് കേട്ടിട്ട് വെറൈറ്റി അത് ഇങ്ങനെ ഒരു ഇതിൽ കണ്ട് വെച്ചാൽ പെട്ടെന്ന് കായ്ക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ അത് തിങ്ങിപ്പോയി. പിന്നെ അതിങ്ങനെ ഉയരത്തേക്ക് പോകുമായിരിക്കും. ഇത് എവിടെ നിന്ന് കിട്ടിയിട്ട് തൈകള്? ഇത് ഞാൻ കാസർഗോഡ് പോയി ഒരു കർഷകരുടെ അടുത്ത് കൊണ്ടുവന്ന സൈക്കിൾ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. മഹാരാഷ്ട്രക്കാരെ അത്. ഇതിന് മഞ്ഞക്കൂവ. ഇക്കായുടെ പഴവർഗ്ഗ കൃഷിയിടത്തിലെ മറ്റൊരു കാഴ്ചയാണ് മരുന്ന് ചെടി. ഇത് നോനി. ഇതാണ് നോനി എന്ന് പറയുന്ന മരുന്ന് പഴമാണിത്. ഇത് പല രോഗങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ട്. തൃശ്ശൂർ ഒരു കമ്പനിക്കാർ പല ഐറ്റങ്ങളും ഇതിനെപ്പറ്റി ഇതുണ്ട്. പ്രോട്ടീൻ പൗഡർ എടുക്കുന്നുണ്ട്, ഹെയർ ഡേക്ക് വേണ്ടി എടുക്കുന്നുണ്ട്. ഒരുപാട് രോഗങ്ങൾക്ക് ഇത് ചികിത്സയായിട്ട് ഉപയോഗിക്കുന്നു. ഇവിടെ ഒന്നും ആൾക്കാർ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. ശരി, നോനി എത്ര എണ്ണം ഉണ്ട്? ഇതൊരു കുറച്ച് എണ്ണം ഉണ്ട്. 10-20 ചെടി എനിക്കുണ്ട്. നാസർക്കയുടെ കൃഷിയിടത്തിലെത്തുമ്പോൾ മറ്റൊരു കാഴ്ച ചാലുപോലെ കീറി അത് മത്സ്യക്കുളമാക്കി മാറ്റിയിട്ടുണ്ടല്ലേ? അതെ, മത്സ്യക്കുളമാണ്. ഇത് എത്ര നാളായി? ഇത് 12 വർഷമായി തുടങ്ങിയിട്ട്. അപ്പൊ നമുക്ക് കൃഷിയിടത്തിൽ ഇങ്ങനെ ആക്കാം. ഇതിപ്പോ അന്നേരം റബ്ബറായിരുന്നു. റബ്ബറിന്റെ ഇടയ്ക്കൂടെ ചാല് കീറിയിട്ടാണ്. പിന്നെ വേനലായി കഴിയുമ്പോൾ ഇതിനകത്ത് വെള്ളം അടിച്ച് ചെടികൾക്ക് വിടും. അപ്പോൾ ഇതിന് അമോണിയ കാര്യങ്ങൾ ഇതിനകത്ത് ഒഴിവാകുകയും ചെയ്യും. ചെടികൾക്ക് അതിനൊരു വളമായിട്ട് കിട്ടും. ഒരു ജലസംഭരണി ആയിട്ട് കൂടി ഇത് മാറും അല്ലേ? ഇത് എത്രത്തോളം നീളമുണ്ട്? ഇത് ഒരു 30 മീറ്റർ വരെ നീളമുണ്ട്. 30 മീറ്റർ നീളം, 4 മീറ്റർ വീതി, 6 അടിയോളം വെള്ളമുണ്ട്.
അപ്പൊ മത്സ്യകൃഷിക്കും പറ്റും. ഏതെല്ലാം മത്സ്യങ്ങൾ വളർത്തിയിരുന്നു? ഇതിനകത്ത് വാള, ഗ്രാസ് കാർപ്പ്, നട്ടർ. നാസർക്ക, ഈ കൃഷിയിടത്തിൽ വ്യത്യസ്തമായ ഒരു മരം കാണുന്നുണ്ട്. ഇത് പണ്ട് ആൾക്കാർക്ക്, ഇപ്പൊ പട്ടിണിയും ക്ഷാമമൊന്നുമില്ല, പണ്ട് ആൾക്കാർ ഭക്ഷണമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളതാണ്. ചെറിയ നമ്മുടെ ഈത്തപ്പഴത്തിൻ്റെ കുരുവിൻ്റെ അത്രേ ഇതിനുള്ളൂ. കൊലയായിട്ട് പഴം ഉണ്ടാവും, പച്ച നിറമായിരിക്കും, ഉണ്ടാകുമ്പോൾ പഴുക്കുമ്പോൾ റെഡ് ആവും. ഇത് പറിച്ച് നമുക്ക് തോരൻ വെക്കാം. ഇതിന്റെ പേര് ഇത് പരീക്കുരു എന്ന് ഞങ്ങൾ പറയാം. പരീക്കുരു. കടല ഉപയോഗിക്കുമ്പോൾ വേവിച്ച് നമുക്ക് ഭക്ഷണമായിട്ട് കഴിക്കാം. ഇത് വർഷത്തിൽ ഒരു പ്രാവശ്യം ഉണ്ടാവും. ഇപ്പൊ അതിന്റെ വിളവെടുപ്പ് കഴിഞ്ഞതാ. അത് ശരി. പരീക്കുരു എന്നാ പറയാ. കടല പോലെ ആയിരിക്കും വേവിച്ച് കഴിയുമ്പോൾ. കടപ്ലാവ് ഉണ്ട് അങ്ങനെ കൃഷിയിടത്തില് അല്ലേ? ഇതിന് വ്യത്യസ്തയുണ്ടോ? ഇത് ആഞ്ഞിലിയായിരുന്നു. ആഞ്ഞിലിയിൽ ബഡ് ചെയ്ത് പിടിപ്പിച്ചതാണ്. അതുകൊണ്ട് ഭയങ്കര ഗ്രോത്താ. ശരി. വളരെയധികം ഉണ്ടാകുന്നുണ്ട്. ധാരാളം. കഴിഞ്ഞ ദിവസം പറിച്ചു, വിപണി കൊടുത്തു, 65 രൂപ വില കിട്ടി. ഇതിനകത്ത് വേറെന്തോ പടർന്ന് കയറിയിട്ടുണ്ട്. അത് കുരുമുളകായിരുന്നു. കുരുമുളക് അത് പാഷൻ ഫ്രൂട്ടാ. പാഷൻ ഫ്രൂട്ട് കയറി. ഇത് കുറെ തൈകൾ കാണുന്നുണ്ടല്ലോ. തൈകൾ ഇത് ഞാൻ സ്വന്തം ഉത്പാദിപ്പിക്കുന്നതാണ്. ദുരിയാൻ തൈകളാണിത്. പല നല്ല വെറൈറ്റികളിൽപ്പെട്ട. ഇത് കൊടുക്കാനുണ്ടോ? കൊടുക്കാനുണ്ട്. ശരി. ഞങ്ങളുടെ തൈ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ നാസർക്കയുടെ വീടിന്റെ അടുത്തേക്ക് എത്തുമ്പോഴേ ഈ മരത്തിന്റെ പേരെന്താ? ഇതാ കെപ്പൽ എന്ന് പറയുന്നത്. കെപ്പൽ. പെർഫ്യൂം ആപ്പിൾ എന്നും പറയും, കെപ്പൽ ആപ്പിൾ എന്നും പറയും. ഇത് കഴിച്ചോ? ഇത് ഈ വർഷം നിറയെ പൂ ഇട്ടായിരുന്നു. ഇച്ചിരി തണ്ട് തിരിഞ്ഞ് വരുന്ന പറയുന്നത്. അപ്പൊ തണ്ട് തിരിഞ്ഞ് തടി ആയി ശരിക്ക്. അത് ശരി. നിറയെ പൂ ഇട്ടായിരുന്നു. ഇത്തവണ പൂ കായ് പിടിച്ചില്ല. മൾബറി. ഇത് മൾബറി, പാകിസ്ഥാൻ മൾബറി. പാകിസ്ഥാൻ മൾബറി. അതിങ്ങനെ പ്രൂൺ ചെയ്യുമ്പോഴാണ് അതിന്റെ കായ ഉണ്ടാവുക. അത് ശരി. പക്ഷെ 1-2 കായ്ക്ക് അത്രേ ഉള്ളൂ. നല്ല വലിപ്പമുള്ള ഫ്രൂട്ടാണ്. നല്ല വലിപ്പത്തിൽ ഒരു 4-5 വരെ നീളത്തിൽ വരും. ഇപ്പം തീർന്നിരിക്കും, മഴക്കാലം അല്ലേ. ഈ പ്രൂൺ ചെയ്ത് പുതിയ ഷൂട്ട് വരുമ്പോഴാണ് അതിനകത്ത് എപ്പോഴും ഉണ്ടാവുക. വെസ്റ്റ് ഇന്ത്യൻ ചെറി. വെസ്റ്റ് ഇന്ത്യൻ ചെറി എപ്പോഴും ഉണ്ടാകുന്ന ഒരു സാധനമാണ്. ചെറിയ ആപ്പിൾ പോലെ ഇരിക്കും. ആപ്പിൾ ചെറി എന്നും പറയും. ശരി. ഇപ്പം തീർന്നേക്കാം. ഇതൊരു പൂച്ചെടി പോലെ ഉണ്ടല്ലോ. അത് ലെമൺ വൈൻ. അത് വൈൻ ഉണ്ടാക്കാം. അതൊരു പഴത്തിൽ ഇങ്ങനെ ഇല ഉണ്ടാവും. അതാണ് അതിൻ്റെ ഒരു ഇത്. ഉണ്ടായി കഴിഞ്ഞാൽ കുറെ നാളെ നിൽക്കും. ശരി. വിരിഞ്ഞു തുടങ്ങി, ഉണ്ടായി തുടങ്ങി. ഇതുണ്ടോ ലെമൺ വൈൻ എന്ന് പറയുന്നല്ലോ. ഇത് വിരിഞ്ഞു കഴിയുമ്പോൾ നിറയെ പൂവും തേനീച്ചയ്ക്കും ഒരു തീറ്റയാണ് ഇതുണ്ടെങ്കിൽ. ലെമൺ വൈൻ. സൈബറി എന്നുള്ള ഒരു പ്ലാന്റ് കൂടിയിട്ട് അങ്ങനെ കൃഷിയിടത്തിലുണ്ട്. ഇത് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ടാ? അല്ല, അതിന്റെ കായാണ്. ആ കായന്റെ പുറമെ ചെറിയ കാപ്പിത്തൊണ്ടിന്റെ പോലെ തൊണ്ട് അത്രേ ഉള്ളൂ. അതിന്റെ നമുക്ക് എഡിബിൾ ആയിട്ടുള്ള ഐറ്റം. അത് നമ്മൾ ജ്യൂസ് അടിച്ചു കഴിയുമ്പോൾ കളറായിട്ട് അത് കിട്ടും. വ്യത്യസ്തങ്ങളായ പേരുകളുണ്ടല്ലേ? പേരകൾ ഒരുപാട് പേരുകളുണ്ട്. ഇത് വളരെ വലിയൊരു പേരായിരുന്നു. മതി അപ്പുറം വരെ നിന്നതാ. അങ്ങനെ അത് വെട്ടി ഇപ്പൊ പ്രൂൺ ചെയ്ത് ചെറുതാക്കിയത്. ഇതിന് വാർക്കയുടെ മേളിൽ കയറി പറിച്ചോട്ടിരുന്ന. ഇതിന്റെ പേര് ബറാബ എന്ന് പറഞ്ഞ ഫ്രൂട്ടാണ്. പുളിമധുരമാണ്. പിള്ളേർക്കൊക്കെ തമാശ. പിന്നെ നമുക്ക് ജ്യൂസ് അടിക്കാം, വെറുതെ തിന്നാം. മഞ്ഞ നിറവും. അല്ല, വേനൽക്കാലത്തുണ്ടായിരുന്ന ചെറിയ മധുരമുണ്ട്. നാടൻ മൾബറിയാണ്. നാടൻ മൾബറി ഉണ്ട്. അത് നിറയെ ഉണ്ടാവും. നമുക്ക് ഇഷ്ടംപോലെ കഴിക്കാനും ജാം ഉണ്ടാക്കാനൊക്കെ അതെടുത്ത് ജാമൊക്കെ ഉണ്ടാക്കും. ഇത് പുലാസാനാണ്. പക്ഷെ ഞങ്ങൾക്ക് കാലാവസ്ഥ വ്യതിയാനം കാരണം കായ പിടിച്ചില്ല. കഴിഞ്ഞ വർഷം നന്നായിട്ട് ഉണ്ടായതായിരുന്നു. നല്ല വില എനിക്ക് കിട്ടിയതാണ്. 200 രൂപ ഈസി ആയിട്ട് വിറ്റ്. പുലാസൻ 3-4 ഉള്ളൂ. പക്ഷെ ഇത് വളരെ ഇതായിപ്പോയി. വേനൽ മൂത്തോണ്ട് കാലാവസ്ഥാ മാറ്റം കൊണ്ട് കിട്ടിയില്ല. ഇത് അശ്വഗന്ധ എന്ന് പറയുന്ന ഒരു മരുന്ന് ചെടിയാണ്. 3 വർഷമാകുമ്പോൾ ഇതിനകത്ത് പൂവും കായും ഉണ്ടാവും. പൂവും കായും ഉണ്ടായി കഴിഞ്ഞ സമയത്താണ് ഇത് മെച്ചൂർ ആവുക. അന്നേരം പറിച്ചിട്ട് ഇതിന്റെ കിഴങ്ങാണ് എടുക്കുന്നത്. ഒരുപാട് ആയുർവേദ മരുന്നുകളിൽ ഇത് കവർ മാറ്റിയിട്ടില്ല. അവിടെ നിന്ന് വേറെ ഇറങ്ങി അവിടെ തന്നെ വളർന്നു വലുതായി. 3 വർഷമായി. ഈ വർഷം പൂവിടുന്ന തോന്നുന്നു. പൂവിട്ട് കായ്ച്ചുന്ന സമയത്താണ് അത് മൂക്കുക. ഇത് വളരെ അപൂർവമായ ഔഷധങ്ങളിലൊന്നാണ്. അത് വടക്കേന്ത്യയിലൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. ഇവിടെ കുറവാണ്. പക്ഷെ അവിടെ എല്ലാ അതിന്റെ കിഴങ്ങ് ഒരുപാട് മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത് സലാബായ് ചെറി എന്ന് പറയുന്ന ഒരു ചെറിയാണ്. സലാബായ് എപ്പോഴും ഉണ്ടാവും. ചെറിയ കുട്ടികൾക്കൊക്കെ കഴിക്കാം. അധികം മധുരമില്ല എന്ന് പറഞ്ഞാലും ഒരു കൗതുകമുള്ള സാധനമാണ്. പിന്നെ ഇതാണ് നമ്മുടെ റെയിൻ ഫോറസ്റ്റ് പ്ലം. മഴക്കാലത്താണ് ഇത് ഉണ്ടാകുന്നത്. ഇപ്പൊ ഇത് പൂവിട്ട് തുടങ്ങി, പിടിച്ചു തുടങ്ങി. മഴക്കാലം ആയി കഴിയുമ്പോഴാണ് ശരിക്കും ഇതിനകത്ത് ഇതാവുന്നത്. തരിതരി പോലെ ഉണ്ട്. ഇതിപ്പോ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം വിരിഞ്ഞായിരുന്നു. ഇതിപ്പോ ഈ ദിവസങ്ങളിൽ വിരിയാനുള്ളതാണ്. മഴവെള്ളം ചാടുമ്പോഴാണ് ശരിക്കും അതിന് പരാഗണം നടത്തുന്നത്. തൈകളൊക്കെ എവിടെ നിന്നാണ് വാങ്ങിയത്? ഇതിപ്പോ നമ്മൾ കുറച്ച് സുഹൃത്തുക്കളുണ്ട്. പിന്നെ പല ഭാഗങ്ങളിലും പോയി യാത്ര ചെയ്താണ് ഇതെല്ലാം കളക്ട് ചെയ്ത് കൊണ്ടുവന്നത്. എത്ര വെറൈറ്റി ഉണ്ടെന്ന് ചോദിച്ചാൽ? വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഒരു 10, 75, 100ന്റെ അടുത്ത് വെറൈറ്റി ഉണ്ടാകും. കുറച്ചെണ്ണം കൗതുകത്തിനും പിന്നെ കൃഷിയായിട്ട് 6-7 ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഇന്ന് പൂ ഇല്ലല്ലോ, പൂ ഉണ്ട് എന്ന് പറയാവുള്ളൂ. ഇതെന്താ? ഇത് ജബോട്ടിക്കാബ മരമുന്തിരി. അതിന്റെ പ്രിക്കോഷി എന്ന് പറഞ്ഞ വെറൈറ്റി ആണിത്. പ്രിക്കോഷി. ഇത് കായ്ച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇതിപ്പോ ചെറിയ പോർട്ടിൽ നിന്നാണ്. എയർപോർട്ടിലായിരുന്നു. ഇതിപ്പോ കഴിഞ്ഞ ആഴ്ച ഞാൻ റീപോർട്ട് ചെയ്തതാണ്.
അപ്പൊ ജബോട്ടിക്കാബ തന്നെ 2-3 ഇനം ഉണ്ടല്ലേ? 2-3 ഇതിന്റെ പേര് ഇത് പെട്ടെന്ന് കായ്ക്കുന്ന വെറൈറ്റിയാണ്, പ്രിക്കോഷിയാണ് ഇത്. പ്രിക്കോഷ്യ. ആ, പിന്നെ ഇത് റെഡ് ഹൈബ്രിഡ്. ഇത് 2 വെറൈറ്റിയാണ് എനിക്ക് വേഗം കായ്ക്കുന്നുള്ളൂ. ഇത് രണ്ടും കായ്ക്കുന്നതാണ്. പിന്നെ ആ നിൽക്കുന്ന സബാറ, അതിന് 5-6 വർഷം വേണം കായ്ക്കണമെങ്കിൽ. അത് കായ്ച്ചോ? അത് കായ്ച്ചാണ്. ഈ കൃഷിയിടത്തിന്റെ ഈ ഭാഗത്ത് വീടിനോട് ചേർന്ന ഈ ഭാഗത്ത് അബിയു ഉണ്ട്, അവക്കാഡോ ഉണ്ട്. അബിയു അവിടെ പോയിട്ട് കായ്ച്ചില്ല. അബിയു കായ്ക്കുന്നുണ്ടോ? അബിയു കായ്ക്കുന്ന 3 വർഷമായിട്ട് കായ്ക്കുന്ന. ഇത് നല്ലൊരു വലിപ്പമുള്ള വെറൈറ്റി പെട്ടതാ ഈ നിൽക്കുന്നത്. ആ നിൽക്കുന്ന ബിഗ് ഡേ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ഫ്രൂട്ടാണ് ആ നിൽക്കുന്നത്. തേൻകൂടുകൾ കാണുന്നുണ്ടല്ലോ. തേനുണ്ട്, തേൻ കൃഷിയുണ്ട്. അപ്പൊ നമ്മുടെ ഈ തേൻകോട് ഗ്രാമത്തിന്റെ പേര് നിലനിർത്തുന്നുണ്ട്. അതെ അതെ, കാരണം എനിക്ക് ഇത്രയും ഫ്രൂട്ട് പ്ലാന്റ്സ് ഉള്ളപ്പോൾ അതിന്റെ പോളിനേഷൻ കൂടാൻ വേണ്ടിയിട്ടും പിന്നെ ഇതിൽ നിന്ന് ആദായം കിട്ടും. എത്ര കൂടുകളുണ്ട്? ഇത് 15 എണ്ണം ഉണ്ട്. ശരി. നാരകം. നാരകം ഇതെന്ത് പേര്? ഈ നാരകത്തിന്റെ പേരെന്താ? ഇത് നാരകം, കരുനാരകം എന്ന് ഞങ്ങൾ പറയാം. നന്നായിട്ട് കായ്ക്കുന്നതാ. ധാരാളം ഉണ്ട്, നന്നായിട്ട് കായ്ക്കുന്ന. അപ്പൊ കഴിഞ്ഞ ദിവസം കുറെ അധികം പറിച്ചതാ. ഇത് നല്ല കൊലയായിട്ടുണ്ടാവും. ഇതുണ്ടോ? ഇതെന്താ? ഇത് പീനട്ട് ബട്ടർ എന്ന് പറഞ്ഞ ഫ്രൂട്ടാണ്. ഇതിനകത്ത് കായുണ്ട്, കായും പഴം കൂടെ കൂടി ചവച്ച് തിന്നുന്നതാണ്. ഓ ശരി, പീനട്ട് ബട്ടർ. പീനട്ട് ബട്ടർ. മഴയായി. ഇത് എന്താ? അത് സ്റ്റാർ ഫ്രൂട്ട്. സ്റ്റാർ ഫ്രൂട്ട്. സ്റ്റാർ ഫ്രൂട്ട് അതിങ്ങനെ മുറിച്ച് കഴിയുമ്പോൾ അതിന്റെ സ്റ്റാർ പോലെ ഇരിക്കും. അതാണ് സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയുന്നത്. പിന്നെ ഇങ്ങോട്ട് വന്നാൽ ഇതാണ് ആ നിൽക്കുന്ന മക്കോട്ട ദേവ. ഇത് നിൽക്കുന്ന പപ്പായ. പപ്പായ കഴിഞ്ഞാൽ ഇത് അത് ഒലോസോപ്പോ. ഒരു മെക്സിക്കോയുടെ ഫ്രൂട്ടാണ്. മലയാളത്തിൽ ശർക്കരപ്പഴം എന്നൊക്കെ പറയുന്നുണ്ട്. ഈ തവണ പൂവിട്ടായിരുന്നു, കാ പിടിച്ചിട്ടില്ലായിരിക്കും. ഓ ശരി. ഒലോസോപ്പോ. ഒലോസോപ്പോ ഇത് ഒരു സീഡ്ലിംഗ് ആണ്. അതുകൂടാതെ എനിക്ക് അതിന്റെ ഒരു ഗ്രാഫ്റ്റ് തൈ ഉണ്ട്. മുസാമ്പി. സലാക്ക്. ഈ കരിമ്പുകൾ ഇഷ്ടം പോലെ. ആ നിൽക്കുന്ന മെക്സിക്കൻ ജമൈക്കൻ സ്റ്റാർ ഫ്രൂട്ട്. അപ്പുറം ലോങ്ങൻ കായ്ക്കുന്നുണ്ട്. 4 സീസൺ ലോങ്ങൻ. ചെറിയ തയ്യ. കരിമ്പുണ്ട് ഇവിടെ അല്ലേ? അപ്പോ കരിമ്പ് പണ്ട് ഞങ്ങൾക്ക് കരിമ്പ് കൃഷി ഉണ്ടായിരുന്നതാണ്. ശർക്കര ഉണ്ടായിക്കൊണ്ടിരുന്ന ആൾക്കാരാ. ഇത് ലോങ്ങന്റെ 4 സീസൺ എന്ന് പറഞ്ഞ വെറൈറ്റിയാ. ഓ, അപ്പൊ ഇത് ഇടതടവില്ലാതെ ഏകദേശം എല്ലാ സമയത്തും തന്നെ ഉണ്ടാവും. കായ ഉണ്ടാവും. അതതിന്റെ പ്രത്യേകത. ലോങ്ങൻ 4 സീസൺ. ഓ, അത് 4 സീസൺ ലോങ്ങൻ. അത് പെട്ടെന്ന് കായ്ക്കുകയും ചെയ്യും. മിക്കപ്പോഴും തന്നെ കായ ഉണ്ടാവും. അതാണ് ഈ പ്ലാവിന്റെ പ്രത്യേകത. ഇത് ഗംലെസ് പ്ലാവാണ്. 3-ാം വർഷമാണ് കായ്ച്ചിട്ടില്ല. ഇത് മിൽക്ക് ഫ്രൂട്ട്. ജമൈക്കൻ മിൽക്ക് ഫ്രൂട്ട് അല്ലേ? അപ്പോൾ എറണാകുളം ജില്ലയിലെ തേൻകോട് ഗ്രാമത്തിലെ ഊന്നുകലിനടുത്ത് തേൻകോട് ഗ്രാമത്തിലെ നാസർക്കയുടെ ഡ്രാഗൺ ഫ്രൂട്ട് തോട്ടമാണ്. ഡ്രാഗൺ ഫ്രൂട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെ വർഷങ്ങൾക്ക് മുമ്പേ മനസ്സിലാക്കിയ ഒരാളാണ്. വ്യത്യസ്തങ്ങളായ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്ത് ഈ കൃഷി ലാഭകരമാക്കി മുന്നോട്ട് പോവുകയാണ് നാസർക്ക. ചെറുനാരകം ഉണ്ടല്ലേ? ചെറുനാരകം നന്നായിട്ട് കായ്ക്കുന്ന വെറൈറ്റി ആണ്. സ്ഥലമുള്ളവർക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റിയ സംഭവമാണ്. 180 രൂപ തവണ എനിക്ക് വില കിട്ടി. ഓ ശരി. കാ കഴിഞ്ഞു അല്ലേ? കായ്പ ഉണ്ട്, കുറവാ. ഈ മാവ് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഇത് പാകിസ്ഥാനിൽ നിന്നുള്ളൊരു വെറൈറ്റി മാവാണ് സിന്ദരി. വ്യവസായ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു ഐറ്റാ സിന്ദരി. ഇതിങ്ങനെ പടർന്ന് കിടക്കുള്ളൂ. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. ശരി, സിന്ദരി മാവ്. ഇതൊരു പ്രത്യേകതയുള്ള പേരാണോ? എന്താ ഇത് ഞാൻ അങ്ങനെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ്. പക്ഷെ വളരെ അധികം ഉണ്ടാവുന്നുണ്ട്. ഒരു 700 ഗ്രാം വരെ സൈസിലും ഉണ്ടാവുന്നുണ്ട്. നല്ല വലിപ്പമുള്ള പേരയ്ക്ക. തന്നെ കുറേ ദിവസം കൊണ്ടാണ് പഴുക്കോളൂ. നിറം വയ്ക്കില്ല. കുറേ ദിവസം കൊണ്ടാണ് അത് പഴുത്ത് കഴിഞ്ഞാൽ കുറേ ദിവസം അങ്ങനെ നിൽക്കും. കേരളത്തിൽ ഇതാണ് അങ്ങയുടെ നഴ്സറി അല്ലേ? ഗ്രീൻ ഹൗസ് നഴ്സറി. എന്തൊക്കെയാണുള്ളത് ഇതിനകത്ത്? അബിയു, റംബുട്ടാൻ, മാങ്കോസ്റ്റിൻ, പ്ലാവ്, പല വെറൈറ്റി മാവുകൾ, അങ്ങനെ കുറേ തൈകളുണ്ട് ഇതിനകത്ത്. അത്യാവശ്യം ഇവിടെ വരുന്നവർക്കൊക്കെ ചെറിയ തോതിൽ കൊടുക്കാനായിട്ട് കാർഷികരൊക്കെ വരും. അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഐറ്റം. അങ്ങയുടെ കൃഷിയിടത്തിൽ ഇത് കൂവ ധാരാളം കാണുന്നുണ്ട്. കൂവ ഇത് ഞാൻ ഇടവിളയായിട്ട് ഇങ്ങനെ നമുക്കൊരു പ്രത്യേകിച്ച് മുടക്കില്ലാതെ കിട്ടുന്നൊരു ആദായമാണ്. അത് വേനലായി കഴിയുമ്പോൾ അടങ്കൽ കച്ചവടക്കാർ വരും, അവർക്ക് കൊടുക്കും. അവർ പറിച്ചെടുത്തേച്ചൊരു 60-40 നില വെറൈറ്റിയിൽ ഇതായിട്ട്. ഇത് മഞ്ഞക്കൂവയാണ്. അത് അവർ പറിച്ചു കൊണ്ടുപോകും. പറിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു 40% എനിക്ക് തരും, 60% അവരെടുക്കും. ഈ വാഴയുടെ പ്രത്യേകത എന്തൊക്കെ? ഇത് കിൻഡൽ വാഴയാണ്, ടിഷ്യൂ കൾച്ചറാണ്. അപ്പോൾ ലാബിൽ നിന്ന് കൊണ്ട് ഞാൻ തീരെ ചെറുതാണ് കിട്ടുന്നത്. അപ്പോൾ അതൊന്ന് വലുതാവാൻ വേണ്ടി കവറിൽ മാറ്റി വെച്ചിരിക്കുക. എത്ര നാളായി ഇതിങ്ങനെ? ഇതിപ്പോൾ 1 മാസമായി. എവിടെ നിന്ന് ഇത് വാങ്ങിച്ചത്? ഇത് പാലായിൽ ലാബിൽ നിന്ന് പോയി കൊണ്ടുവന്നാ. എന്ത് വിലക്ക് കിട്ടി? ഇത് അവിടെ 25 രൂപ ഒരെണ്ണം. അപ്പോൾ ഇത് അല്പം വലുതായിട്ട് എടുത്ത് എനിക്ക് പ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഇത് ഏതിനും പ്ലാവാക്കാം? ഇത് പ്ലാവല്ല, ഫ്രൂട്ടായിട്ട് ഉപയോഗിക്കുന്നതാണ്. നങ്കടാക്ക് എന്നാണ് ഇതിന്റെ പേര്. 2-3 കിലോ ഒക്കെയാണ് വലിപ്പം വയ്ക്കുള്ളൂ. അപ്പോൾ ഫ്രൂട്ടായിട്ട് കഴിക്കുന്നത്. എന്താ കയ്യില്? ഇത് ചെറുനാരങ്ങ, സീഡ്ലെസ് ലെമൺ. ചെറുനാരങ്ങയുടെ അതേ ഉപയോഗം. ഇച്ചിരി വലിപ്പം കൂടുതലേ ഉള്ളൂ. കൈകാര്യം ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കറി വെക്കാം, വെള്ളം പിഴിയാം.
ഉപ്പിലിടാം, എല്ലാം ചെയ്യാം. പെട്ടെന്ന് കായ്ക്കുകയും ചെയ്യും. വലിയ കാലാവസ്ഥ എത്ര നാളായി മരം? ഇതിപ്പോൾ ഏകദേശം 3 വർഷമായി. അബിയു കുറേ ഉണ്ടല്ലേ? അബിയുണ്ട്. അബിയു കായ്ക്കുന്ന ഒരു 50ഓളം പ്ലാന്റ്സ് ഉണ്ട്. അത് പല വെറൈറ്റി ഉണ്ട്. പിന്നെ അബിയുവിലെ ആൾക്കാർ നഴ്സറിക്കാർ പറയുന്ന ഒരു നുണ എനിക്ക് സത്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പല വെറൈറ്റി ഉണ്ടെന്ന് പറഞ്ഞ് വിൽക്കുന്നുണ്ട്. അത് അങ്ങനെയില്ല. അത് വെച്ചാൽ അരി മുളച്ച് ഉണ്ടാകുന്ന അതിൻ്റെ പോളിനേഷനിൽ മാറ്റം വരും. മുളച്ച് കഴിയുമ്പോൾ ഇപ്പോൾ ഏത് മരത്തിൻ്റെ ആണെങ്കിലും അതിൻ്റെ അടുത്ത ജനറേഷൻ ആകുമ്പോൾ അതിനകത്ത് മാറ്റം വരുന്നുണ്ട്. ഈ ജെയിൻ്റെ ബി ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. ആ ജെയിൻ്റെ മോളിക്യൂള് ഇതെല്ലാം പറയുന്നത് അത് വെറുതെ പറയുന്ന. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഏറ്റവും വലിയതായി നിൽക്കുന്ന പ്ലാന്റ് ഒരു 800 ഗ്രാം 900 ഗ്രാം കിട്ടുന്ന മരത്തിൻ്റെ. അത് 3 ജനറേഷനായി. 3 പ്രാവശ്യം എടുത്ത് ഞങ്ങൾ മാറ്റി മാറ്റി നട്ടു. ആ ഉണ്ടായ തൈകളിലെല്ലാം വേറെ സൈസ് കായ്കളാണ് ഉണ്ടായതല്ലേ? അപ്പൊ അതിൽ അർത്ഥമില്ല. ഇതെന്താ ഇങ്ങനെ വെട്ടിയേക്കുന്നത്? ഇത് വെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കമ്പുകൾക്ക് ബലം കുറവാണ്. നമ്മൾ പഴം പറിക്കാൻ ബുദ്ധിമുട്ടാണ്. കവർ ഇടേണ്ട വരും. കിളിശല്യമുണ്ട്. അപ്പോൾ പറിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് ടോപ്പ് കുറച്ച് വെട്ടി ചെറുതാക്കിയിരിക്കുന്നത്. ഇവിടെ അബി ഉണങ്ങിപ്പോയതുപോലെ. അപ്പൊ ഇത് ഉണങ്ങിപ്പോയതല്ല. അബിയു എന്ന് പറയുമ്പോൾ ചില വെറൈറ്റി കായ്ക്കൂലാത്തതുകൊണ്ട് അതുകൊണ്ടായി 2-3 വർഷം കഴിയുമ്പോൾ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഞാനെല്ലാം വെട്ടി മറിച്ച് കളയുന്നു. പിന്നെ ക്വാളിറ്റി കുറഞ്ഞുണ്ട്. ചിലത് തീരെ ചെറിയ പഴം ഉണ്ടാവുന്നത്, അത് ഞാൻ കുറേ എണ്ണം വെട്ടി മറിച്ച് കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് തനി കോപ്പി കിട്ടുമെങ്കിൽ നമ്മൾ എയറോ ഗ്രാഫ്റ്റോ ചെയ്ത് തൈ ഉണ്ടാക്കണം. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സെയിം ഇത് കിട്ടും. അല്ലാതെ ഒരു മുളച്ച് കിട്ടുന്ന തൈ കൊണ്ട് നമുക്ക് മദർ പ്ലാന്റിന്റെ ക്വാളിറ്റി കിട്ടില്ല. ഇത് മാവ് കാറ്റിമോൻ എന്ന് പറഞ്ഞ തായ്ലൻഡ് വെറൈറ്റി ആണ്. ഓൾ സീസൺ ആണ്. ഇതുണ്ടോ, എപ്പോഴും കായ്ക്കും. ഇനിയിപ്പോൾ ഈ ഇല മൂത്ത് കഴിയുമ്പോൾ അടുത്ത പൂ വരും. ഇപ്പോൾ ഇത് ഞങ്ങൾ പറിച്ച് കഴിഞ്ഞാണ് ഇത് ഒരു മാങ്ങപ്പോൾ ബാക്കിയുണ്ട്. തീരെ ചെറുതാക്കുമ്പോഴേ കായ്ക്കും. ഇതിന്റെ പേര് കാറ്റിമോൻ. നട്ട് 1 വർഷം ആകുമ്പോഴത്തേനും കായ്ച്ചു കൊടുക്കും. ഇതിന്റെ തൈ എവിടെ നിന്ന് കിട്ടി? തൈ അങ്ങനെ കൽക്കട്ടയിൽ നിന്ന് വരുന്ന തൈ അത് കൂടുതൽ. അങ്ങനെ ദുരിയാൻ തോട്ടത്തിലെ വലിയ ദുരിയാനുകളാണ് ഇപ്പൊ കാണുന്നതല്ലേ? അപ്പൊ എല്ലാം എത്ര അടി പൊക്കം ഉണ്ട്? ഇതൊക്കെ ഒരു 25-30 അടിയൊക്കെ അകലായി, അല്ല വലിപ്പമായി. ഇതൊക്കെ കായ കിട്ടി തുടങ്ങി, അതായത് കായ്ച്ചു തുടങ്ങി. ഇതെല്ലാത്തിനും വേറെ, ഇത് മുസാങ്കിങ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. എല്ലാം വേറെ വെറൈറ്റി എല്ലാം ഞാൻ ടാഗ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ചെറിയ തൈയാണല്ലോ. ഇത് ചെറിയ തൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു അബിയു നിന്നതാണ്. അപ്പൊ കായ്ക്കൂലാത്ത കാരണം ഞാൻ കായ്ക്കുന്ന ഒരു നല്ല വെറൈറ്റിയിൽ നിന്ന് ഗ്രാഫ്റ്റ് ചെയ്ത് ഒരു തൈ കൊണ്ട് റീപ്ലേസ് ചെയ്തിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഓ ശരി ശരി. എങ്ങനെയാണ് ശരിയായുള്ള കോപ്പി കിട്ടുള്ളൂ. നല്ല ഇലച്ചാർത്തുള്ള ഈ മരം എന്താ? ഇത് മട്ടോവ എന്ന് പറഞ്ഞ ഫ്രൂട്ടാണ്. റംബുട്ടാൻ പോലെയാണ്. പഴത്തിന് രോമം ഉണ്ടാവില്ല. അത്യാവശ്യം വലിപ്പമാകുന്ന ഒരു മരമാണ്. ഇത് വർഷത്തിൽ 2-3 പ്രാവശ്യം പൂവും കായും ഉണ്ടാവും. ഇപ്പൊ കായ് തീർന്നേക്കാം. മട്ടോവ അത്യാവശ്യം വലിപ്പമാവും. എത്ര നാളായി നട്ടിട്ട്? ഇത് 5 വർഷമായി. ഇതാണ് വളരെ വേഗത്തിൽ പരിചയപ്പെടുത്തിയ നാസർ കെയുടെ കൃഷിയിടം. 100 കണക്കിന് വ്യത്യസ്തങ്ങളായിട്ടുള്ള പഴവർഗ്ഗച്ചെടികൾ, ഫലവർഗ്ഗച്ചെടികൾ ഒക്കെ നാസർ കെയുടെ കൃഷിയിടത്തിലുണ്ട്. ഊണ്ടുകലിനടുത്ത് തേൻകോട് ഗ്രാമത്തിലാണ്. തേൻകോട് ഗ്രാമത്തില് ഒരു കാലത്ത് തേൻ കൃഷിയായിരുന്നു, തേനീച്ച കൃഷിയായിരുന്നു കൂടുതലെങ്കിൽ പഴവർഗ്ഗ കൃഷിയിലേറെ ശ്രദ്ധിക്കുന്ന നാസർ കെയാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തിയത്.